എം നൌഷാദ്. ഇപ്പോൾ സ്വാഭാവികമാണല്ലോ, വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ പ്രതിപക്ഷം സഭയ്ക്കകത്ത് സമരം ചെയ്യുക, സഭയ്ക്ക് വെളിയിൽ സമരം ചെയ്യുക. അവരുടെ 2 MLA മാർ നിരാഹാര സമരം ഇരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് ചോദ്യോത്തരവേള മുതൽ തന്നെ ഒരു ആ ടെമ്പോ ഉണ്ടാക്കുക എന്നുള്ളത് പ്രതിപക്ഷം സാധാരണഗതിയിൽ ചെയ്യുന്നതാണ്. നിങ്ങൾ പ്രതിപക്ഷം ഇരുന്നപ്പോൾ നിങ്ങളും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വലിയ ആനക്കാര്യമായി കാണേണ്ടതുണ്ടോ? അല്ല അഭിലാഷ്, വസ്തുതകളായി കാണണം. ഈ വിഷയം ഉണ്ടായിട്ട് എത്ര നാളായി? ഈ വിഷയത്തിൽ അവരിന്ന് അഭിലാഷ് തന്നെ പറഞ്ഞതെന്താ? അന്വേഷണ വീഴ്ചയിൽ എന്ന്. അന്വേഷണം നടത്തുന്നത് ആരുടെ മേൽനോട്ടത്തിലാണ്? ഹൈക്കോടതിയുടെ നേതൃത്വത്തിലാണ്. അതിൻ്റെ ഡേ ടു ഡേ റിപ്പോർട്ടുകൾ നൽകേണ്ടതും തുടർ മോണിറ്ററിംഗ് എല്ലാം നടത്തുന്നത് ഹൈക്കോടതിയാണ്. സംസ്ഥാന സർക്കാരിന് അതിലൊരു കാര്യമില്ല. കാരണം തുടക്കഘട്ടത്തിൽ കേസ് ഈ വിഷയമുണ്ടായപ്പോൾ ഹൈക്കോടതി നേരിട്ട് അന്വേഷിക്കണം, ഏതന്വേഷണവും തയ്യാറാണെന്നാണ് സർക്കാർ പറഞ്ഞത്. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള അന്വേഷണത്തിൽ SIT രൂപീകരിച്ചു. ആ രൂപീകരിച്ചതിൽ ഉൾപ്പെടുത്തിയവരെക്കുറിച്ച് ആക്ഷേപം പറഞ്ഞപ്പോഴും ഹൈക്കോടതി തന്നെയാണ് അവരതിന് എലിജിബിളാണ് എന്നുള്ള കമന്റ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം, ഹൈക്കോടതിയുടെ നേതൃത്വത്തിലല്ല. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കാണ്, സമ്മതിച്ചു ഞാൻ. പക്ഷേ കേസിലെ പ്രതികൾ ഒന്നൊന്നായി സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ കിട്ടി പുറത്തു വരികയാണ്. അങ്ങനെ പുറത്തു വരാനുള്ള കാരണം കുറ്റപത്രം കൊടുക്കാത്തതാണ്. കുറ്റപത്രം കൊടുക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് അന്വേഷണം പുരോഗമിക്കുന്നില്ല, തൊണ്ടി കണ്ടെത്താൻ കഴിയുന്നില്ല. കൺക്ലൂസീവായി ഇതാ ശബരിമലയിൽ ഇതാണ് സംഭവിച്ചത് എന്ന് കണ്ടെത്താൻ SITക്ക് കഴിയാതെ അവരിങ്ങനെ കുറെ കാലമായിട്ട് തൊണ്ട് തല്ലുകയാണെന്നേ. എന്തെങ്കിലും നടക്കണ്ടേ? നിങ്ങള് ഇത്ര മണിക്കൂറിനുള്ളിൽ, ഇത്ര ദിവസത്തിനുള്ളിൽ എന്ന തരത്തിൽ ഇത് അന്വേഷണം പോകാൻ പറ്റുമോ? അന്വേഷണം അത് ഹൈക്കോടതി അവരോട് ചോദിക്കേണ്ടതാണ്. ഹൈക്കോടതി തന്നെയാണ് വസ്തുതാപരമായി ഹൈക്കോടതിക്ക് നൽകുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി തന്നെയാണ് ഈ അവർക്ക് നീട്ടിക്കൊടുത്തിട്ടുള്ളതും മറ്റും. നമ്മളെങ്ങനെ വെളിയിൽ നിന്നിട്ട് അഭിപ്രായ പ്രകടനം നടത്തുന്നത്? അത് അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നത് തന്നെ ശരിയാണോ? ഇവിടെ ഇപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. നമുക്ക് അടിയന്തര പ്രമേയം കൊണ്ടുവരുമല്ലോ എല്ലാത്തിനും. അടിയന്തര പ്രമേയം ആയിട്ട് കൊണ്ടുവന്നാൽ ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്ന് പരസ്യമായി പറഞ്ഞിട്ടും ചർച്ച വേണ്ട, മന്ത്രിയുടെ രാജിവെക്കണം. അതാണ് അവരുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ്. എന്തിനാണ് വാസവൻ മന്ത്രി രാജിവെക്കേണ്ടത്? എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഫ്ലോറിൽ കോടതിയിലോ ഏതെങ്കിലും ഒരു പരാമർശത്തിലോ എവിടെയെങ്കിലും വാസവ മിനിസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു പരാമർശമെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരു ആരോപണമെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്നിട്ട് അത് വളരെ ബോധപൂർവം ഒന്നുമേ ഇല്ലാത്ത സർക്കാരിനെ സംബന്ധിച്ച് ഒറ്റ നിലപാടേ ഉള്ളൂ, ഇതിൽ ഉപ്പ് നിന്നവൻ വെള്ളം കുടിക്കണം. ശരി, ആ കൃത്യമായ നിലപാട് തന്നെയാണ്. ആ അന്വേഷണത്തിലൊന്നും ഇടപെടാനേ പോകുന്നില്ല. പക്ഷെ അതിൽ അങ്ങനെ പുകമറ സൃഷ്ടിച്ച് വിഷയങ്ങൾ ഉണ്ടാക്കി ഇത് ലൈവാക്കി നിർത്തുക എന്നുള്ളതിനപ്പുറത്തേക്കുള്ള ആ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമാണ് ഇന്ന് നിയമസഭയിൽ നിങ്ങൾ കണ്ടതെന്താ? അല്ല അഭിലാഷ്, നിയമസഭയിൽ ഇന്ന് ഒരു സംഘർഷാവസ്ഥയും ഇല്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തലേന്നേ തന്നെ അന്ന് പ്രശ്നം ഉണ്ടാവും എന്നുള്ള തരത്തിൽ എല്ലാവരും മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അന്ന് തയ്യാറായി നിന്നതാണല്ലോ. ഇവിടെ അങ്ങനെയൊന്നുള്ള ഒരു സാഹചര്യം സഭയ്ക്കകത്ത് ഇന്ന് ഉണ്ടായതേയില്ല. ഇന്നലെ തന്നെ അവർ ഈ മുദ്രാവാക്യം വിളിച്ചു, കുറച്ച് കഴിഞ്ഞ് അവർ ഇറങ്ങിപ്പോയി. ആ തരത്തിൽ തന്നെ ആയിരിക്കും ഇന്നും എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ തരത്തിലേക്ക് അവർ മാറിയത്. അതൊരിക്കലും ആവശ്യമായ ഒരു വിഷയത്തിനല്ല. അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായിട്ടും അതിന് തയ്യാറാകാത്ത പ്രതിപക്ഷമാണ്, ഒളിച്ചോടുന്ന പ്രതിപക്ഷം. ശരി, അതിന് പ്രതിപക്ഷമാണ് മറുപടി പറയുന്നത്. കോൺഗ്രസ് പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അതിന് മറുപടി പറയും. അവരെ ഇപ്പോൾ ലഭ്യമാവാത്തതുകൊണ്ടാണ്, ഉടനെ അത് ഉണ്ടാകും.